മാത്താച്ചൻ സാറിന്റെ വീട് ഇതല്ലേ? മാത്താച്ചൻ സാറിന്റെ വീട് ഇത് തന്നെയല്ലേ? വരുന്ന വിവരം ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് മാത്തച്ചൻ. അച്ഛാ നമസ്കാരം. ഞാൻ കുമാർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇത് എന്റെ ഭാര്യ ദേവ്ജാനി. നമസ്കാരം. നിങ്ങളുടെ പഴയ മുതലാളി ഗോപാലകൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൗകര്യങ്ങൾ കുറവാ, പക്ഷേ ഈ ചുറ്റുവട്ടത്തെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോ വാടകയും കുറവാ. സ്വദേശം ബംഗാളാണല്ലേ? അതെ അതെ. കേരളത്തിലെത്തിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഓ, മലയാളം എനിക്കറിയാം. ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. കേട്ടാ മനസ്സിലാവും. പുതിയ ജോലി വല്ലതും? ഇല്ല, നോക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. വരൂ, വീട് ഞാൻ കാണിച്ചു തരാം. ഓ, സാധനങ്ങൾ ഇറക്കാനുണ്ടല്ലേ? ഇത് ജോപ്പൻ, ഇവിടെ താമസക്കാരനാ. വേറെ 2 പേരും കൂടി ഉണ്ട്. പുതിയ വാടകക്കാരാ, ബംഗാളികളാ. നമ്മുടെ നമ്പീശൻ ചേട്ടന്റെ മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വാ. സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്ക്. ഞാൻ നിങ്ങളെ ഇറക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞല്ലോ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. പാചകം സ്റ്റൗലായിരിക്കും അല്ലേ? അത് ഇവിടെയാകാം. ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അപ്പുറത്തെ മുറിയിലാ ഞാൻ പറഞ്ഞ 3 ചെറുപ്പക്കാർ താമസിക്കുന്നത്. വരൂ. കുറച്ച് ചെലന്തി വലയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചാൽ ശരിയാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ലിസിയോട് പറഞ്ഞാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ വരും അവള് പരിചയപ്പെടാൻ. ബാത്റൂം ഇവിടെ തന്നെയുണ്ട്, കോമണാ. എടാ സിബി, ഒന്ന് കണ്ടു വന്നേ. ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരായി, പുതിയ താമസക്കാരാ, ബംഗാളി സ്വദേശികളാ. ഇത് കുമാർ, ഭാര്യ ദേവയാനി. ഇത് സിബി, അപ്പുറത്തെ മുറിയിലെ. ഇനി ഒരാൾ കൂടി ഉണ്ട്. വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒന്ന് ഇറക്കാൻ സഹായിക്കടാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. আমি ওইদিকে যাচ্ছি। ঠিক আছে, গিয়ে এসো। മലരെ നിന്നെ കാണാതിരുന്ന കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലര്? ഇല്ല. നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയില്ലേ? നമ്പീശന്റെ മുറിയിൽ പുതിയ താമസക്കാർ വന്നടാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഭാര്യ കാണണം. ഒരു സാരിയെ കൊടുത്തിട്ടാണോ? കക്കൂസിന്ന് വരുമ്പോ കണ്ട്. എന്നാ കണ്ട്? ഞാൻ കക്കൂസിന്ന് വരുമ്പോ അവരെ കണ്ടെന്നു. എന്ത്? എടാ, കക്കൂസിന്ന് കണ്ടെന്നു. നീ ചെന്ന് സാധനം എപ്പോ സഹായിച്ചെന്ന് ചോദിച്ചാ മതി. ദേവയാനി എന്നാണല്ലേ പേര്? അല്ല, ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? বেঙ্গলের দীঘা প্রদেশের কুঞ্জগ্রাম। আর তোমার? তোমার എന്നാ তোমার বাড়ি? ഭാരത് മാതയ്ക്ക് ജയ്. ദണ്ഡാപാനി മത് കരോ. അപ്പൊ പിന്നെ കാണാം അല്ലേ? কালকে একটু বাজার যেতে হবে। রান্নার জন্য ভালো কিছু বাসন কিনতে হবে। বাইরের জন্য একটা পাপোশও কিনতে হবে। শাড়ির কালার চলে গেছে। বাড়িতে পরার জন্য 2-3টে শাড়ি কিনতে হবে।
আমার হাতে পয়সা আস্তে আস্তে কমে যাচ্ছে, একটু দেখে সঙ্গে চলো। কি দেখে চলবো? আর দেখার জন্য না খেয়ে থাকতে হবে। আর তুমি কি করবে? কাজ নেই তো পয়সা নেই, তুমি নতুন কাজ খোঁজো। আজ তো অনেক খুঁজছি, অনেক মানুষকে বলছি, বিল্ডিং এর অনেক লেবার কাজ আসছে, কিন্তু কোনো ক্লার্ক চাহিদা নেই। বুকের ব্যথা না থাকলে পাথর তোলার কাজ পেতাম। শরীর সুস্থ নেই তো টাকাও নেই। তুমি আমার সাথে চলে এসছো, তার জন্য মনে দুঃখ হয়েছে? লাইট বন্ধ করো। എന്നാ സംസാരമാണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനക്കമില്ലെന്നേ. എന്നാടാ നിന്റെ ഒന്നും ചെയ്തുകൊണ്ട് വെച്ചിട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ അവക്കൊന്നൊരു മൂടില്ല, നാളെ മതി എന്ന് പറഞ്ഞു. എന്നതായാലും നാളെ പാല് കാച്ചിന് വിളിച്ചല്ലോ, അപ്പൊ ഞാനൊന്ന് കൊളുത്തി നോക്കും. കൊളുത്തി അവസാനം നിന്റെയൊക്കെ കഴുത്തിൽ ബംഗാളി കത്തി കൊടുത്താൽ നോക്കി. പേടിപ്പിക്കല്ലേ, ഈ കാര്യത്തിൽ ഞാനൊരു പുലിയാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. പോയി കിടന്ന് ഉറങ്ങടാ. പോടാ പോടാ. അറിയിക്കോടാ തിബിച്ച. ആദ്യമായിട്ടൊരു ബംഗാളി ചായ കുടിക്കുന്നത് നന്നായിട്ട് ചേച്ചി. അതെ, നല്ല ചായ. ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. ചായ അപാൽ ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചായ ഇടാൻ ഞാനാ മിടുക്കാൻ. ചോറും കറിയൊക്കെ കഴിക്കാറുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഈ നാട്ടിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോ ഇവിടത്തെ രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാറ്. ഈ ബംഗാളിൽ എവിടെയാ സ്വദേശം? ഡീഗ പ്രദേശത്തിലെ കുഞ്ചു ഗ്രാമം. ചേച്ചി ഇതുവരെ മലയാളം പഠിച്ചില്ലയോ? ഇല്ല, അവള് പഠിക്കാൻ വേണ്ടേ പുറകില. ട്യൂഷൻ എടുക്കാൻ ചെന്നതാ. ഞാൻ ഒടുവിൽ പഠിത്തം നിർത്തി കൂടെ അപ്പൊ പോകുന്നു. അടിച്ചോണ്ട് വന്നതാണല്ലേ? എന്ത്? അല്ല, ഈ പ്രേമിച്ച് കെട്ടിയതാണല്ലേ? കുട്ടികളൊന്നും ആയില്ലേ? പിടി ഉറപ്പായി. നാട്ടിലോട്ടൊന്നും പോവാറില്ലേ? നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും 2 ജാതിയാ. അവിടെ കാലുകുത്തിയ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. അഭിമാ കൊല്ലാന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടി പോന്നു. പല സംസ്ഥാകളിലും പോയി. ഒടുവിൽ കേരളത്തിൽ മാതച്ചൻ സാറിന്റെ കൂട്ടുകാരന്റെ ചെറുപ്പ് കമ്പനിയിൽ ക്ലർക്കായിരുന്നു 3 വർഷം. ഇപ്പൊ അത് പൂട്ടി. അതാ ഇവിടെ. ആദ്യമായിട്ട് അന്യ സംസ്ഥാന ഒരു ക്ലർക്കിനെ കാണുന്നത്. സാധാരണ വർഗപ്പണിക്കാരാണല്ലോ കാണാറ്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലേ? ഇല്ല, നോക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ നടക്കട്ടെ. ചായക്ക് നന്ദി. ഓ, അതിനെന്താ നന്ദി, നമ്മള് അയൽക്കാരല്ലേ. ശരി ബൈ. നല്ല ചെറുപ്പക്കാരാ അല്ലേ? നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രയൊക്കെ പോരണ്ടേ ശുഭേട്ടാ? അത് പോരെന്നാ. ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. ഓ എന്റെ അമ്മോ. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവാനെയും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിവുവേട്ട ഒരു വക നടക്കത്തില്ല. സത്യം. ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ലെന്ന്. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പ. ആന്റപ്പാ, ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന അടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരിയാ, ആശാന്റെ പുതിയ പറയുന്നുണ്ട്. എടാ, വന്നിട്ടിപ്പോ ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ, അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ? അല്ല, ഞങ്ങള് വീടിന്റെ. ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുതട്ടാ. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ഇയാളിത് അവിടെ നോക്കിക്കുവാ. ശരിയാണല്ലോ. അവൻ ഇവിടെങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവൾ ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. എന്താ ട്യൂഷൻ ക്ലാസ്സിൽ നീ എന്താ ബയോളജി പഠിക്കേ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത്
ഓർക്കണം, അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കേണ്ട ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വെറുതെ അയാളുടെ കൈക്ക് പണി ഉണ്ടാക്കല്ലേട്ടാ. ഇവന്റെ ട്യൂഷൻ ടീച്ചർ അതിന് മുമ്പ് ആളെത്തിയല്ല. എടാ സിബിച്ച ദേടാ അവള് പല്ലടാ. ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല. അല്ല ഇതാര് സാജിത കുട്ടിയാ? കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കോളേജിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണ്? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടിയാ, കുറച്ച് ഇറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ഷിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ? ശരി. എന്നാടാ ചേട്ടാ ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണ്? ഇപ്പൊ വരാന്ന്. മനസ്സിലായി, എനിക്കും മനസ്സിലായി. ആരെയും നിർത്താൻ പറയണേ? അത് നമ്മുടെ ദേവിയാനല്ലേ? അല്ലെങ്കിൽ ജോലി കിട്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. പയ്യനെ മനസ്സിലായോ? ഓ, കാരക്കലെ ത്രിപുത്രൻ. നീ പോയി പൂശ പൂശിട്ട് വാ. അല്ലളിയാ, അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു ചെയ്തു കഴിഞ്ഞാൽ അത് കൊള്ളാനുള്ള ആരോഗ്യസ്ഥിതി. അങ്ങനെ പൂശാനല്ല പറഞ്ഞത്, അത് നിന്നെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം. നാവുകൊണ്ടൊരു പൂശ പൂശിട്ട് വാ. അളിന് നേരത്തെ പറയണ്ടേ? അത് ഞാൻ ഏറ്റടാ. ഞാൻ പോട്ടെ പോട്ടെ. കൊള്ളാം, നടുറോട്ടിൽ വെച്ചുള്ള പരിപാടി കൊള്ളാം. ആ പോയ പെങ്കുച്ചാരെന്നറിയൂ? ദേവയാനി. അവളും ഞാനും തമ്മിലുള്ള ബന്ധറിയൂ? ഇല്ല. എന്നാ കേട്ട് അവളെന്റെ പെങ്ങളാ. ആണോ? നീ എന്റെ പിടിച്ചില്ലേ? അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. ഏതല്ലെന്ന്? കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളർക്ക് വഴിയെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഞാനത് പാന്റ് ഷർട്ട് എന്ത് തോന്നിയതിൽ കാണിക്കാമെന്ന് ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആളില്ലെന്ന്. എന്താ അർജുന? ഒന്നുമില്ല. ഒന്നുമില്ലെന്നു പഠിക്കാൻ പോകുന്ന പെമ്പിള്ളേരെ വഴി നിർത്തി പഞ്ചായത്ത് അടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലും പെമ്പിള്ളേരല്ലേ? നിങ്ങളെല്ലാം ചോദിക്കണം, നിങ്ങളെല്ലാം ചോദിക്കണം ചേട്ടാ. ഒന്ന് പോട്ടെ അർജുന, വെറുതെ ഒച്ച പേള് കൊടുത്ത് നാണക്കാരുണ്ടാക്കണ്ട എന്ന് പറയുന്നത്. ഒന്ന് അടങ്ങേണ്ട അർജുന, ഒരു അബദ്ധം ആർക്കും പോകണം. ഇനി സൂക്ഷിച്ചാൽ മതി. സാറ് പോകണം. ഞാൻ കൂടുതൽ വർത്തമാനം പറയണ്ട. സാറ് പോ. നന്നായി ജാനമ്മേ, സന്തോഷമായി. ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നത്. നല്ലൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതാ. അസല് ശകുനമല്ലേ? പോകുന്ന കാര്യം ശുഭം. അതെന്താ? വേശ്യാദർശനം പുണ്യം ദക്ഷഭാഗേ വിശേഷത. എന്ന് വെച്ചാൽ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ വേശ്യയെ ശകുനം കാണുക, അതും ദക്ഷിണഭാഗത്ത്. ഇതിൽ പറയുന്ന എന്താ വേണ്ടത്? മുതുക്ക, ഞാനൊരു ആട്ട് വെച്ച് വരും. ഒരുമാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്ക. ഒരു നല്ല കാര്യം ആലോചിക്കാനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതെ. അപ്പൊ പിന്നെ അതിന്റേതായ രീതിയിൽ ഒരു ഐശ്വര്യമായിട്ട് തുടങ്ങിയാലെന്താ? മിലിറ്ററി കോട്ടയാ. എന്താ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഒരു 80, 70, 50 വയസ്സ് തോന്നി. അല്ലേ? കഴിഞ്ഞ ഇടവത്തിൽ 78 കഴിഞ്ഞു. അയ്യോ, പറഞ്ഞ വിശ്വസിക്കില്ല. എന്താ അതിന്റെ കാര്യം? 2 കാര്യത്തിലാ എനിക്ക് നിഷ്ഠ. ഒന്ന് ബ്രഹ്മചര്യം, 2 ആ നിലയ്ക്ക് ഞാനിനി നിർബന്ധിക്കുന്നില്ല. ഇനിയിപ്പോ എന്താ വേണ്ടേ? കാര്യങ്ങളൊക്കെ അമ്മാവനെ തീരുമാനിക്കും. കുട്ടികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിച്ചത്, കുമാരൻ സ്നേഹമായിട്ടൊരു സാധനം തന്ന സ്ഥിതിക്ക് ഞാനത് നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ചും നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്ന സ്ഥിതിക്ക് അത് മോശമല്ലേ? അതെ. അതാ അതിന്റെ കാര്യം.
പത്മാവതി 2 ഗ്ലാസും കുറച്ച് വെള്ളവും. വളരെ കാലം കൂടിയിട്ട് ഇന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാ. അമ്മിണിയമ്മ ഇതൊന്നും അടുത്തതിനകത്ത് കേട്ടൂല. മിലിറ്ററി. ചേട്ടാ വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചവനെ അവമാനിക്കാൻ പാടില്ല. എങ്ങനെയാ മത്സ്യമാംസാദികളൊക്കെ? അല്ല, പത്മാവതി എന്തായാലും ഒരു കോഴിയെ പാസ്സാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഏതായാലും ഒരു നിഷ്ഠ തെറ്റി. പിന്നെ എന്താ പേര്? പത്മാവതി. പത്മാവതി ഇഷ്ടമായിട്ടൊരു കാര്യം ചെയ്യുമ്പോ ഞാനത് നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്ന സ്ഥിതിക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലമ്മാവ, 2 നിഷ്ഠ തെറ്റി. 2 കൂടി ചെല്ലുമ്പോ 3ാമത്തെ നിഷ്ഠയും കൂടി തെറ്റിക്കണം തോന്നുവോ? അതേതാ 3ാമത്തെ? ഞാനങ്ങ് മറന്നുപോയി. ബ്രഹ്മചര്യ. തൊട്ട് വെക്കാൻ എന്തെങ്കിലും? ഞാൻ എടുക്കല്ലേ? കുമാരൻ. 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 നിന്റെയും പത്മാവതിയുടെയും കല്യാണം ഞാൻ നടത്തിത്തരും. എന്റെ അല്ല, കുട്ടിക്കൃഷ്ണന്റെ. കുട്ടിക്കൃഷ്ണന്റെ കല്യാണം. കുട്ടിക്കൃഷ്ണൻ. ആ കല്യാണം ഞാൻ നടത്തും. മനസ്സിലായോ? കുട്ടിക്കൃഷ്ണൻ ദേവയാനിയും. കുട്ടിക്കൃഷ്ണൻ ദേവയാനി. നീയല്ലേ എന്റെ കുട്ടിക്കൃഷ്ണൻ. അടുത്ത ധനുമാസത്തിൽ കല്യാണം. ധനുമാസത്തിൽ എന്താ വിശേഷം? ധനുമാസത്തിൽ കല്യാണം അല്ല, ധനുമാസത്തിൽ തിരുവാതിരനാൾ ഭഗവാൻ തന്റെ തിരുവാളല്ലോ. ധനുമാസത്തിൽ തിരുവാതിരനാൾ. നല്ല ഉറക്ക. സംഗതി ഏറ്റു. ഞാനങ്ങ് കുളിപ്പിച്ചു കിടത്തി. ഒന്നും വിഷമിക്കണ്ട, താൻ ധൈര്യമായിട്ടിരിക്കും. മൂപ്പര ഞാൻ അവിടെ എത്തിച്ചോളാം. താൻ പോയിക്കോളൂ. അങ്ങനെ കുമാരൻ പൊക്കോ. ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഞാനല്ലേ പറയുന്നത്. പൊക്കോളാമല്ലോ. ഇങ്ങോട്ട് വരും. അമ്മേ, മുത്തശ്ശൻ വന്നു. എന്താ അച്ഛൻ ഇത്ര താമസിച്ചത്? പറയാം. ഇനി ഒരു കസേര എടുത്തിട്ട് ഭയങ്കര ചൂട്. എടുത്തു. ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ വിത്തും വേരും ചകഞ്ഞ് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ മടങ്ങും. അതാ എന്റെ ശീലം. എന്താ ഇവിടെ? അല്ല, മുത്തശ്ശൻ. മുത്തച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? ഇച്ചു പോടാ പുറത്ത്. കൊച്ചു വർത്താനം കേൾക്കാൻ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കരുത്. ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുട്ടി. അച്ഛൻ കണ്ടോ പെണ്ണിനെ? പിന്നല്ലാണ്ട് കണ്ടു. ചുറ്റുപാടുകൾ അന്വേഷിച്ചു. എന്നിട്ട് ഒരു തരക്കേടുമില്ല. ഇപ്പോ വലിയ സ്ഥിതിയിലൊന്നും അല്ലെങ്കിലും
പഴയ തറവാടികളാ. കൊട്ടാരത്തിലെ കാര്യക്കാരുടെ വകയിലെ ഒരു തായ്വഴിയാ. അഭിമാനികള്. ആ കുട്ടിയെ ഈ തറവാടി അതൊക്കെ പറഞ്ഞിറക്കം കേൾക്കണ്ട. ആ കുട്ടിയെ ഈ തറവാട്ടിൽ കിട്ടുക എന്ന് പറയണത് കുട്ടിക്കൃഷ്ണന്റെ ഭാഗ്യം എന്നല്ല, അമ്മിണിയമ്മയുടെ ഭാഗ്യം എന്നേ ഞാൻ പറയും. ഓ എന്റെ ഭഗവതി. ആ കുട്ടി ഈ പടി കിടന്ന് വന്നാൽ സന്ധിക്കതേ വേറെ വിളക്ക് വെക്കണ്ട. അത്രയ്ക്ക് ഐശ്വര്യമാ. എന്നാ അങ്ങ് നടത്താം. ഈ വക കാര്യങ്ങൾ എങ്ങനെയാ വേണ്ടതെന്ന് നീ എന്നെ പഠിപ്പിക്കുക. അതവിടെ നിൽക്കട്ടെ. ആദ്യം അമ്മണിയമ്മ കുട്ടിയെ ഒന്ന് കാണണം. അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നും വേണ്ട. നാളെ കുട്ടി അമ്പലത്തിൽ വരും, അവിടെ വെച്ച് കാണാം. എല്ലാറ്റിലും മുഖ്യം അമ്മണിയമ്മയോട് ഇഷ്ടമാണല്ലോ. ആ കുട്ടിക്കൃഷ്ണൻ ഇപ്പോഴും ഒന്നും അറിയണ്ട. അതെ, അവനോട് ഇപ്പൊ ഒന്നും പറയണ്ട. അത് ഈ പോയിട്ട് ജീരവെള്ളം എടുത്തോണ്ട് വാ. അച്ഛൻ നിന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറ്റി വല്ലതും കഴിച്ചു. അതൊക്കെ പിന്നെയാ. മേല് മുഴുവൻ ഭയങ്കര വേദന. നടന്നു നീ അത് ജീരവെള്ളം എടുത്തോണ്ട് വാ. അല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. പാപ്പനെ കാണേണ്ട വിധത്തിൽ കാണാതെ കല്യാണം നടത്താമെങ്കില് നടത്തട്ടെ. സദ്യ ഇരുട്ടത്ത് മതി. സദ്യ നടന്നുകൊണ്ടിരുന്നു, കറണ്ട് പോയി. അതൊക്കെ പപ്പന്റെ വേലയാണ്. ഒന്ന് വേഗമാകട്ടോ എന്റെ ഹൗസോ. കാര്യങ്ങളുള്ള പപ്പനാവൻ ചേട്ടൻ എവിടെയെല്ലാം നോക്കി. ഓഫീസിൽ ചെന്നപ്പോ അവിടെയില്ല, വീട്ടിൽ ചെന്നപ്പോ അവിടെയില്ല, ഷാപ്പിൽ വരെ പോയി നോക്കി. എങ്ങും കാണാണ്ട് നിരാശപ്പെട്ടിങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന കണ്ടത്. അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിച്ചിരുന്ന ഈ പാടുവല്ലും പെടാറുന്നോ? ചിലരുടെ ജാതകം അങ്ങനെയാ. മുട്ടുമ്പോഴേ ഇടം തേടൂ, കിട്ടുമ്പോ വൈകുകയും ചെയ്യും. ഒരു കല്യാണക്കാര്യമല്ലേ? കല്യാണം ഇന്ന് തീരുമാനിച്ചെന്നല്ലല്ലോ. എന്റെ പൊന്നു പപ്പനാവൻ ചേട്ടനല്ലേ, ദയവ് ചെയ്ത് ക്ഷമിക്കേ. ഞങ്ങൾക്കൊരു മറവ് പറ്റിപ്പോയതാ. വേണ്ട, അതൊന്നും വേണ്ട. അല്ല പപ്പന അതങ്ങനെയല്ല. നിങ്ങൾ വെക്കോ. നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കറണ്ട് വരും. ഉറപ്പ് തന്നെ? പാപ്പനെ പറഞ്ഞത് പൊക്കോളാൻ. പിന്നെ സംശയം. ഞങ്ങൾ വേട്ടെ. എടാ മോനെ, പൊന്നു പീസപ്പാ, നീയാടാ എന്റെ അന്നദാതാവ്. വന്നേ ധൃതിയില്ല. ഓഫീസിൽ കണക്കേൽപ്പിക്കണം. അപ്പൊ പിന്നെ ഉള്ള കാര്യങ്ങൾ പറയാലോ. ഇറങ്ങി. കുട്ടിക്കൃഷ്ണൻ അല്ലേ പേര്? അതെ. പഞ്ചായത്ത് ഓഫീസിലല്ലേ ജോലി? അമ്മയ്ക്ക് ഒറ്റ മകൻ. അവകാശികളായിട്ട് വേറെ ആരുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. പിന്നെ തൊട്ട് തേങ്ങാക്കളെ നോക്കാവേ. അല്ല, അർജുനൻ പറഞ്ഞാണ് വിവരങ്ങൾ അറിഞ്ഞതേ. ദേവയാനാണ് അർജുനെ. ഞങ്ങൾ അളിയന്മാരാ. ദേവയാനയുടെ ചേച്ചി പത്മാവതിയെ ഞാനാ കിട്ടിയത്. ഞങ്ങളുടേതും ഇതുമാതിരി ഒരു ലൈനായിരുന്നു. കുട്ടീഷിനെ പോലെ തന്നെ. കണ്ടു, എനിക്കിഷ്ടായി, ഞാൻ കിട്ടി. ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും. ഞാൻ നോക്കിയിട്ട് കുട്ടികൃഷ്ണൻ ഒരു കുറവുമില്ല. ദേവയാനിക്ക് ചേരും. അങ്ങനെ കുട്ടികൃഷ്ണന്റെ മനസ്സിലൊരു ആശ തോന്നിയെങ്കിൽ അതിനെന്തത്ര തെറ്റ്? അയ്യോ, ഞാൻ കുട്ടികൃഷ്ണൻ ധൈര്യമായിട്ട് പോയിക്കോ. എല്ലാ കാര്യത്തിനും ഞാനുണ്ട്. പോയിക്കോ. അമ്മച്ചൻ ഇനി ഒരു 100 ജന്മം പോസ്റ്റായ പോസ്റ്റുമൊക്കെ കയറി ഇറങ്ങി പീസ് ഊരിയാലും ദേവയാനി ഒരു മാനമായിട്ടുള്ള സ്ഥലത്തേക്ക് അയക്കാനുള്ള അത് കിട്ടില്ല. ഓ, എവിടുന്ന് കിട്ടാനടാ കുമാര? നക്കാപ്പിച്ചല്ലേ ഓരോരുത്തന്മാര് തരുന്നേ. പത്മാവതിയെ ഞാനൊരു വശപ്പിശയിൽ അങ്ങ് കിട്ടി. അതുപോലൊരു ലോട്ടറി വീഴുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ലേ? കണ്ടോ, കാര്യം പറഞ്ഞപ്പോ അവൾക്കത് പിടിച്ചില്ല. അങ്ങനല്ലേ വരട്ടെ. നീ എന്താ പറഞ്ഞോണ്ട് വന്നത് അത് മുഴുവനാക്കിയിട്ട് മതി ഇനി കൂടി. അല്ലെങ്കിൽ നിനക്ക് പേസിന്റെ ഓർഡർ മാറിപ്പോ. അത് അമ്മാച്ചൻ എനിക്കിട്ടൊരു വെപ്പ് വെച്ചതാ. കുട്ടികൃഷ്ണൻ കാരക്കിലെ ഒറ്റ സന്തതിയാ. നല്ല ഒന്നാന്തരം പയ്യൻ. തപസ്സിരുന്നാ കിട്ടില്ല ദേവയാനിക്ക് ഇങ്ങനൊരു ചെറുക്കനെ. അതിന് നെല്ല് പറയട്ടെ, അവനങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല. ചെറിയൊരു ഇടയിളക്കം, അത്രേ ഉള്ളൂ. നമ്മളത് ഒരു മുറം വെച്ച് വീശി വലിയൊരു കാറ്റായി മാറ്റണം. അവന് അവളെ ഇഷ്ടമാണെന്ന് വരുത്തി തീർക്കേണ്ട നമ്മളുടെ ആവശ്യ. ശരിയാ, പക്ഷെ അതെങ്ങനെയാ കുമാരൻ വരുത്തി തീർക്കും? അതിനുള്ള വഴിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മാച്ചൻ തഞ്ചത്തിന് നിന്ന് തന്നാ മതി. ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം.
കുടുംബത്തിന് മൊത്തത്തില് ഗുണമുള്ള കാര്യമാണ് ഞാനീ പറയണേ. അതുള്ള